യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തെ പറ്റി മാത്രമാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഇപ്രകാരവുമാണ്. നമ്മളിപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഒരല്പസമയത്തേക്ക് തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ജീവനുള്ള മനുഷ്യൻ ജീവനില്ലാത്ത വസ്തുക്കളെ ആഗ്രഹിക്കുകയും അത് സ്വീകരിക്കുകയും അതിൽ കൂടി നശിച്ചു പോകുകയും ചെയ്യുന്നതായി നമുക്കൊന്ന് കാണുവാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ. കാരണം മാതാപിതാക്കളൊക്കെ വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെയാണ് മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത്. ചിലപ്പോൾ അവരിൽ കൂടി ആയിരിക്കണം ആ വീടിൻ്റെ എല്ലാ പ്രതീക്ഷകളും നിറവേറാനുള്ളതെങ്കിലും പലപ്പോഴും മാതാപിതാക്കൾക്ക് വളരെ നിരാശയും വേദനയും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ജീവനുള്ള മനുഷ്യർ ജീവനില്ലാത്തതിനെ സ്നേഹിക്കുകയും അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സുബോധമില്ലാത്തവരായി അലഞ്ഞു തിരിയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ബൈബിളിൽ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കൂടി യേശു കർത്താവ് ഈ ലോകത്തോട് പറയുകയാണ്. കുരുടനും മുടന്തനുമായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് ചിലർ കൊണ്ടുവന്നപ്പോൾ അവനെ സൗഖ്യമാക്കി. എന്നാൽ അവനിൽ ഭൂതവും ഉണ്ടായിരുന്നു. അതാണ് കുരുടനും മുടന്തനും ഭൂതഗ്രസ്തനുമായ ഒരു മനുഷ്യനെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ 3 തരത്തിലും ബലഹീനനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നിൽ അവൻ രക്ഷപ്പെട്ടു വന്നാലും പിന്നെ അവൻ യാതൊരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന് അവൻ്റെ ചരിത്രം അല്ലെങ്കിൽ അവനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതിനാണ് ബൈബിൾ പറയുന്നത് മുന്നറിയിപ്പ് അല്ലെങ്കിൽ വാണിംഗ് എന്ന് പറയുക. മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോഴാണ് നാം വളരെയേറെ വിപത്തുകളിലേക്ക് ചെന്ന് വീഴുന്നവരും അതിൽ കൂടി നമ്മുടെ ഭാവി നശിച്ചു പോകുന്നതുമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലരുടെയും ജീവിത അനുഭവങ്ങളെ നാം മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മൾ അപ്രകാരമാകാതിരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ദൈവം നമ്മെ നല്ല വഴികളിൽ കൂടി നടത്തും. ദൈവത്തിൻ്റെ ആഗ്രഹവും അതാണ്. ദൈവം നമ്മളോട് ഉപദേശിച്ചു തരുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കുവാനും ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അനേക പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയൊക്കെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിലും അതിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ച് നമ്മളെ രക്ഷിച്ച് നമ്മളെ നല്ല നിലവാരമുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുത്തുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നത്. കാരണം തിരുവെഴുത്തുകൾ പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പുരോഗതിയും അനുഗ്രഹവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നല്ല അടിസ്ഥാനമുള്ള ഒരു ജീവിതമായിരിക്കും ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വലിയ അടിസ്ഥാനമൊന്നുമില്ലായിരുന്നു. കാരണം നിങ്ങളെപ്പോലെ സ്കൂളിൽ പോകുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയത്.
ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. എന്നാൽ അവരുടെയൊക്കെയും ഭാവി എന്തായിത്തീരും എന്ന് പോലും ചിന്തിക്കാതെ ഉള്ള ഒരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരു പുതിയ തലമുറയെ കൂടി വാർത്തെടുക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ള ബോധം എനിക്കുണ്ടായത് ദൈവം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോഴാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ തെറ്റാണെന്നും അതെനിക്ക് തിരുത്തുവാൻ കഴിയുന്നില്ല. കാരണം ഞാൻ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. എന്നാൽ അനേകരെന്നോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ഞാനെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പോരാട്ടം തുടങ്ങിയപ്പോൾ, പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ മാത്രമല്ല പരാജയപ്പെട്ടു പോകുന്നതും, ഞാൻ മാത്രമല്ല നശിച്ചു പോകുന്നതും എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ മുൻപിൽ ഒരു കരിനിഴൽ പോലെ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചത്. അപ്പോഴാണ് അനേകർ എന്നോട് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ആ സുവിശേഷം എന്നിൽ ജീവൻ വയ്ക്കുവാൻ തുടങ്ങിയത്, എനിക്ക് ശക്തി പകരുവാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലേക്ക് എൻ്റെ ജീവിതത്തെ നയിച്ചപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ല, ഒരു പ്രത്യാശയുമില്ലാതെ തകർന്നടിഞ്ഞ ഒരു കുടുംബത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു പ്രിയമുള്ളവരെ യേശുവിലുള്ള വിശ്വാസം എനിക്ക് നൽകിയത്. അതുവരെയും സന്തോഷമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഞങ്ങൾക്ക് പുതിയ ഒരു ഉണർവും പുതിയ ജീവനും നൽകി. അത് 100% വിജയത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ആ അനുഭവമാണ് പ്രിയമുള്ളവരെ 22 വർഷമായി കേരളത്തിലെ പട്ടണങ്ങളിലും കേരളത്തിലെ ഗ്രാമങ്ങളിലും നടന്ന് ഈ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുള്ള കാരണം എനിക്ക് പ്രസംഗിക്കുവാനോ അറിഞ്ഞുകൂടാ എന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പത്രമിരിപ്പുണ്ട്. വാസ്തവം പറഞ്ഞെന്നാൽ നിങ്ങളിൽ ആര് ചോദിച്ചെന്നാലും ഇതിൽ അനേകം അക്ഷരങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഇപ്പോഴുമുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല. നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കുവാനെങ്കിലും പഠിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ പോകാതെ മടിയനായിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 6 പേരിൽ ഞാനൊഴികെ ബാക്കി എല്ലാവരും ഉന്നതമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇന്നും ജോലികളിൽ ആയിരിക്കുന്നവരുമാണ്. എന്നാൽ ദൈവം എനിക്ക് തരുന്ന സന്തോഷവും സമാധാനവും ദൈവത്തിൻ്റെ ആ സ്നേഹവും നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് സമ്പത്ത് കൊണ്ടോ ജോലി കൊണ്ടോ നമ്മളിലുള്ള അറിവുകൾ കൊണ്ടോ ഒന്നും നേടുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ദൈവം തരുന്ന അറിവ്, ദൈവത്തിൻ്റെ സ്നേഹം അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് അല്പകാലത്തേക്ക് മാത്രമല്ല. പ്രിയമുള്ളവരെ, എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളിൽ മിലിട്ടറിയിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്നവരുണ്ടായിരുന്നു. കേണൽ വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അധ്യാപകൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നല്ല നേഴ്സുമാരെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നാലും പ്രിയമുള്ളവർ, ദൈവം തരുന്ന സന്തോഷവും സമാധാനവും അത് വേറെയാണ്. അതാണ് നമുക്ക് ആവശ്യം നമ്മുടെ ജീവിതത്തിൽ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ലോകത്ത് മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ നാം നിഴൽ പോലെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവനൊരു നിഴൽ മാത്രമാണ്. വൈകുന്നേരമാകുമ്പോൾ ആ നിഴലിന് നീളം കൂടി അത് വലുതായി പിന്നെ അത് അസ്തമിച്ചു പോകുകയാണ്. അത്രയേ ഉള്ളൊരു മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ ആ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഒഴിച്ചുകൂടാത്തതും ഒരു മനുഷ്യൻ ഏറ്റവും അധികം അവനാവശ്യവുമായ അത്യന്താപേക്ഷിതവുമായ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവുമാണ് അവൻ പ്രാപിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവർ, മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്ന് യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നത് ഈ പ്രകാരമാണ്. യേശു ഭൂതക്രിസ്തനെ മുടന്തനും കുരുടനുമായ അവനെ സൗഖ്യമാക്കി. അപ്പോൾ ശിഷ്യന്മാർ അല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞത്, ദൈവരാജ്യം
നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണമെന്നാണ്. കാരണം ദൈവരാജ്യത്തിൽ മുടന്തനോ ഭൂതഗ്രസ്തനോ കുരുടനോ ഒന്നും പ്രവേശിക്കാൻ കഴിയുകയില്ല, പ്രവേശിക്കേണ്ട ആവശ്യമില്ല. ബൈബിളിൽ കുരുടൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. നമുക്ക് 2 കണ്ണുണ്ട്, നല്ല കാഴ്ചയുണ്ട്, പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയണമെങ്കിൽ ദൈവം നമുക്ക് കാഴ്ച തരണം. ആ കാഴ്ച നമ്മുടെ അകത്താണ്. നമ്മുടെ ആത്മാവിനെ തുറന്നു കാണിക്കുകയാണ് ദൈവം. നമ്മുടെ ആത്മാവിന് സ്വീകരിക്കുവാൻ കഴിയാത്തതൊക്കെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആത്മാവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ അത് ദൈവം നമുക്ക് തരുന്ന ഒരു വെളിപ്പാടാണ്, കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടാവും കാണുമ്പോഴാണ് നാം യഥാർത്ഥത്തെ തിരിച്ചറിയുന്നത്. അതാണ് ഇവിടെ ശിഷ്യന്മാർ പറയുമ്പോൾ ഇവിടെ ഇപ്രകാരം യേശു പറയുകയാണ്. ഒരു കൃഷിക്കാരൻ അവൻ്റെ വയലിൽ ഗോതമ്പ് വിതച്ചു. അവൻ കിടന്നുറങ്ങിപ്പോയപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി. ഞാറ് കിളർത്തു വന്നപ്പോൾ കളയും ഗോതമ്പും ഒരുമിച്ച് കിളർത്തു വന്നു. അപ്പോഴാണ് പറഞ്ഞത് കർഷകൻ, ആ കളയൊക്കെയും പറിച്ചു കളയട്ടെ എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ മറുപടി, ഇപ്പോൾ അതൊക്കെയും പറിച്ചു കളഞ്ഞെന്നാൽ ഗോതമ്പും നശിച്ചു പോകും, ആയതിനാൽ അതൊക്കെയും കൊയ്ത്തോളം നിൽക്കട്ടെ എന്ന് യേശു പറഞ്ഞു. കാരണം കൊയ്ത്ത് വരുമ്പോൾ ഗോതമ്പ് അതിൻ്റെ മണികളെ സൂക്ഷിച്ചു വയ്ക്കും ദൈവം. അവിടെ കിളച്ചു വന്ന കളയോ അതിനെ ദൈവം ചുട്ട് നശിപ്പിച്ച് കളയും എന്നിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യനും ദൈവം അനുവദിക്കാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാത്ത ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കടലിലെറിഞ്ഞ ഒരു വല അത് വലിച്ചു കയറ്റിയപ്പോൾ സകലവിധ മത്സ്യങ്ങളും അതിലുണ്ടായിരുന്നു. അതിൽ നല്ലതൊക്കെയും പെറുക്കി ശേഖരിക്കുകയും ചള്ളായതിനെയൊക്കെയും പെറുക്കി എറിയുകയും ചെയ്തതുപോലെയാണ് പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ നാം അവനോട് കൂടെ എടുക്കപ്പെടണമെങ്കിൽ, അവൻ ഒരുക്കിയിരിക്കുന്നതായ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടം നാം അനേക കഷ്ടതകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും ഞെരുക്കങ്ങളിൽ കൂടിയൊക്കെയും കടന്നു പോകുമ്പോൾ നമുക്കിതൊന്നുമില്ലാത്ത സ്വസ്ഥതയും സമാധാനവും സ്നേഹവും മാത്രമുള്ള ഒരു ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിന് അവസാനമില്ലാത്തതാണ്. അത് ദൈവത്തോടു കൂടിയാണ്. ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ ഒരു പ്രത്യാശയും ഇല്ലാത്തവരായി ഈ ലോക ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് ഇവിടം കൊണ്ട് തീർന്നു പോകുന്നു എന്നാരും വിശ്വസിക്കേണ്ടതില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജഡം മാത്രമാണ് ഇവിടെ നശിച്ചു പോകുന്നത്. അവൻ്റെ അകത്തുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് നാശമില്ല. അതാണ് ദൈവം കാഹളം ധ്വനിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരും അവനോടുകൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം തിരുവെഴുത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആയതിനാൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷിതാവായ യേശുവിനെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷകനായ യേശുവിനെ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മൾ മുടന്തനായിക്കൊള്ളട്ടെ, നമ്മൾ കണ്ണു കാണുവാൻ പാടില്ലാത്തവനായിക്കൊള്ളട്ടെ, നമ്മൾ ഭൂതഗ്രസ്തനായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നുവെങ്കിൽ തീർച്ചയായും യേശു നമ്മളിലുള്ള കാഴ്ചയെ, കാണാൻ മേലാത്ത അവസ്ഥയെ മാറ്റി നമ്മൾക്ക് നല്ല കാഴ്ചയുള്ളവരായി പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ മുടന്തനായി നടക്കുന്നവനാണെങ്കിൽ പ്രിയമുള്ളവരെ, മുടന്തില്ലാത്തവനായി യേശുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മടങ്ങിപ്പോകുവാൻ കഴിയും. ഭൂതഗ്രസ്തനാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഭൂതത്തെ നമുക്ക് പുറത്താക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിനത് കഴിയും. അങ്ങനെ ബോധമുള്ളവനായി ദൈവം നമ്മെ തിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഇവിടെ നിന്ന് അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ആയതിനാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കും ഒരു ഭാവി നല്ല സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ, ആരെയും ഭയപ്പെടാതെ നല്ല പ്രകാശമുള്ള വഴികളിൽ കൂടി അവർ ജീവിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ, ഈ ലോകത്തെ അവർ തിരിച്ചറിഞ്ഞ് നല്ലതും തള്ളും തിരിച്ചറിഞ്ഞ് ചള്ളിനെ തള്ളിക്കളയുകയും നല്ലതിനെ സ്വീകരിക്കുകയും ചെയ്യുവാനുള്ള അവസരമാണിത്. ഈ അവസരം നാം പാഴാക്കരുതേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.